നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് 19-കാരിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശി വിഷ്ണു പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ തോറ്റുപോയവരെ കൂടി ചേർത്തുപിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച മികവ് 2026 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെമ്മട്ടംവയൽ കാലിച്ചാനടുക്കം മെക്കാടം റോഡിൽ കുറ്റിക്കാൽ പാലത്തിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരന്റെ അനാസ്ഥ എന്ന ആരോപണം. കാഞ്ഞങ്ങാട് PWD ഓഫീസിലേക്ക് പ്രതിഷേധ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. അതിർത്തി മേഖലയിലെ ലഹരിക്കടത്തും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനായി മഞ്ചേശ്വരത്ത് പുതിയ സർക്കിൾ ഓഫീസ് ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 41ാം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 1 വർഷത്തിനകം പൂർണ്ണമായി പ്രവർത്തനം തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾക്ക് എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും അതിനാവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ജില്ലയുടെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലയിലെ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി കാസർഗോഡ്, താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി ഹോസ്ദുർഗ്, ജനമൈത്രി പോലീസ് ഹോസ്ദുർഗ്, കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് എന്നിവരുടെ സഹകരണത്തോടെ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് 19-കാരിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശി വിഷ്ണു പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ വെച്ചാണ് യുവതി പീഡനത്തിനിരയായത്. സുഹൃത്തായ പെൺകുട്ടിയുടെ പ്രശ്നം തീർക്കാനെന്ന വ്യാജേന നഗരത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് പീഡനമെന്ന് യുവതി നൽകിയ പരാതിയിൽ പറയും. കാസർഗോഡ് ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി 19-കാരിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാസർഗോഡ് സ്വദേശിയായ വിഷ്ണു പ്രസാദാണ് കേസിൽ പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച KSRTC ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ ലോഡ്ജിൽ വെച്ചായിരുന്നു പീഡനം. 19-കാരിയുടെ സഹോദരനെയാണ് വിഷ്ണു പ്രസാദ് ആദ്യം വിളിക്കുന്നത്. 19-കാരിയുടെ സുഹൃത്തായ പെൺകുട്ടി ലോഡ്ജിലുണ്ടെന്നും വലിയ മാനസിക വിഷമത്തിലാണെന്നും വിശ്വസിപ്പിച്ചാണ് 19-കാരിയെ ഓട്ടോയിൽ കയറ്റി ലോഡ്ജിലേക്ക് എത്തിച്ചത്. തുടർന്ന് പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. എതിർത്തപ്പോൾ വസ്ത്രം ഉപയോഗിച്ച് കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി. പീഡനത്തിന് പിന്നാലെ ലോഡ്ജിൽ നിന്നും രക്ഷപ്പെട്ട 19-കാരി വീട്ടുകാരെ വിവരമറിയിച്ച് പോലീസ് സഹായം തേടുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ തോറ്റുപോയവരെ കൂടി ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച മികവ് 2026 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരാജയപ്പെടാനും കുറച്ചുപേർ ഉള്ളതുകൊണ്ടാണ് വിജയികൾ ഉണ്ടായതെന്നുകൂടി ഓർക്കേണ്ടതുണ്ടെന്നും ചേർത്തുനിർത്തലുകളുടെ ഒന്നിച്ചുചേരലിന്റെ സമാനതകളില്ലാത്ത ആനന്ദം ആസ്വദിക്കാൻ കൂടി നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിജയങ്ങൾ നേടാൻ പഠിപ്പിക്കുന്നതോടൊപ്പം പരാജയങ്ങളെ നേരിടാൻ കൂടി വിദ്യാർത്ഥികളെ പാകപ്പെടുത്തണം. വിദ്യാഭ്യാസം എന്നാൽ കേവലം മാർക്കുകൾ നേടുകയോ ജോലി നേടുകയോ മാത്രമല്ല, അതിന് ഒരു സാമൂഹിക ജീവി ആവുക എന്ന വിശാലമായ അർത്ഥം കൂടിയുണ്ട്. രസതന്ത്രത്തിൽ H2O എന്നാൽ വെള്ളം എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം വെള്ളം എന്നാൽ ദാഹം കൂടിയാണ് എന്നും നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. വ്യത്യസ്ത വർണ്ണങ്ങളെ ചേർത്തുവെച്ച് ഒരു ചിത്രകാരൻ ചിത്രം രൂപപ്പെടുത്തുന്നത് പോലെ, വ്യത്യസ്ത വാക്കുകൾ ചേർത്തുവെച്ച് ഒരു കവി കവിത ചിട്ടപ്പെടുത്തുന്നത് പോലെ ജീവിതത്തെ വേണ്ടവിധം ക്രമപ്പെടുത്താൻ പഠിക്കുമ്പോഴാണ് മനുഷ്യന് മികച്ച ഭാവി ഉണ്ടാകുന്നത്. ലഹരിക്കെതിരെയായുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ വിദ്യാർത്ഥികളും ഭാഗമാകണമെന്നും മന്ത്രി പറഞ്ഞു. മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒറ്റയ്ക്ക് ജയിക്കുക എന്ന് പറയുന്നതല്ല. അത് ഇൻസ്റ്റിറ്റ്യൂഷനായാലും വ്യക്തികളായാലും കുട്ടികളായാലും. ഞാൻ അഴീക്കോടിൽ MLA ആയിരിക്കുന്ന സമയത്ത് ഒരു പദ്ധതി നടത്തി. അത് വളരെ രസമായിരുന്നു പദ്ധതി.
ആ പദ്ധതിയുടെ പേര് അമ്മക്കൊരു ഉമ്മ എന്നായിരുന്നു. അപ്പൊ എന്നോട് അങ്ങനെ ചോദിച്ചു, അതെന്ത് പരിപാടിയാണ് സ്കൂളിൽ അങ്ങനെ, എന്താ അതിന്റെ എഡ്യൂക്കേഷന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചു. സിമ്പിൾ ആയിരുന്നു അതിന്റെ രീതി. രാവിലെ സ്കൂളിൽ വരുന്ന കുട്ടിനോട് റാൻഡം ചെക്കിങ് നടത്തും. ഇന്ന് രാവിലെ അമ്മക്ക് ഒരു ഉമ്മ കൊടുത്തു വന്ന എത്ര കുട്ടികൾ? ആദ്യം 2 ആൾ കൈപൊക്കി, പിന്നെ 10 ആൾ കൈപൊക്കി, പിന്നെ ക്ലാസ് മുഴുവൻ കൈപൊക്കുന്നത് വരെ അത് തുടർന്നിരുന്നു. അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ കുട്ടികളോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മക്ക് ഒരു ഉമ്മ കൊടുത്തു വന്ന എത്ര പേർ ഇവിടെ ഉണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ചോദിച്ചാൽ ബുദ്ധിമുട്ടാകും. 2 3 പേരെ ഉണ്ടാവുള്ളൂ തോന്നുന്നു. ഞാനെൻ്റെ ഉമ്മയെ കണ്ടാൽ അപ്പം കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയാറ്. പലരും പറയുന്നത് മാതാവും പിതാവും ഗുരുവും ദൈവതുല്യമാണെന്നാണ്. അങ്ങനെ മാത്രമല്ല, മാതാവാണ് പിതാവിനെ കാണിച്ചു തരുന്നത്, പിതാവാണ് ഗുരുവിനെ കാണിച്ചു തരുന്നത്. മാതാവും പിതാവും ഗുരുവും ചേർന്നാണ് ദൈവത്തെ കാണിച്ചു തരുന്നതെന്നാണ്. അതാണ് അതിൻ്റെ ഏറ്റവും കാമ്പെന്ന് പറയുന്നത് എന്നാണ്. ഈ ഒരു സങ്കലനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലി കിട്ടിയിട്ടും എന്തുണ്ടായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ അമ്മയെ അറിയാത്ത, നാടും വീടും അറിയാത്ത, അയൽപക്കം അറിയാത്ത, ചുറ്റുപാടറിയാത്ത മക്കളായിട്ട് എന്ത് കാര്യമുള്ളത്? കല്ലട്ര മാഹിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SSLC, +2, VHSC പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണം MLA മാരായ AKM അഷ്റഫ്, K നീലകണ്ഠൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സ്പെഷ്യൽ പോലീസ് കേഡറ്റ് കുട്ടികൾക്കുള്ള അനുമോദനം കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ വിദ്യാർത്ഥികളെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BV വിജയഭാരത് റെഡ്ഡി ആദരിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ M മനു, ഇർഫാന ഇക്ബാൽ, K കൃഷ്ണൻ, റീന തോമസ്, LSGD ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് KV ഹരിദാസ്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇൻചാർജ് P സവിത, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട്, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ AK, VHSC അസിസ്റ്റന്റ് ഡയറക്ടർ ഉദയകുമാരി ER, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ബിജുരാജ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ബിജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മട്ടംവയൽ കാലിച്ചാനടുക്കം മെക്കാടം റോഡിൽ കുറ്റിക്കാൽ പാലത്തിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരന്റെ അനാസ്ഥ എന്ന ആരോപണം. കാഞ്ഞങ്ങാട് PWD ഓഫീസിലേക്ക് പ്രതിഷേധ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. ചെമ്മട്ടംവയൽ കാലിച്ചാനടുക്കം റോഡിന്റെ തുടക്കത്തിലുള്ള ബല്ലാക്കുറ്റിക്കാൽ പ്രദേശത്തെ 200 മീറ്ററോളം വരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ കരാറുകാരന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് CPM ബല്ല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മടിക്കൈ കാലിച്ചാമരം മലയോര മേഖലയിലേക്കും ബസ് ഉൾപ്പെടെയുള്ള വാഹന ഗതാഗതവും വിദ്യാർത്ഥികൾ, പൊതുജനങ്ങളും ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരും ഉൾപ്പെടെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡ് ഉയർത്തി നിർമ്മാണം നടത്തുന്നതിന് 2026 ജനുവരി മാസത്തിലാണ് ആ പണി ആരംഭിച്ചത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കരാറുകാരന്റെ അനാസ്ഥയെന്നും അതിന് ഒത്താശ ചെയ്യുന്ന PWD ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്നും ആരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളുടെ പങ്കാളിത്തത്തിൽ പുതിയകോട്ടയിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു. തുടർന്ന് PWD ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെ കാലത്ത് മറ്റെല്ലാ റോഡുകളെ പോലെ ഈ റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനം ഏർപ്പെട്ടു. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ അന്ന് കുറച്ചു ഭാഗം കൊല്ലത്തെ കഴിഞ്ഞ് അവിടെയുള്ള പാലവും അതുപോലെ തന്നെ വയലുള്ളത് കൊണ്ട് അത് ഉയർത്തി നിർമ്മിക്കണം എന്നുള്ളത് കൊണ്ടാണ് അന്നതിൻ്റെ പ്രവർത്തനം നടക്കാറുള്ളത്.
വന്നതിൻ്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് അവിടുത്തെ ജനങ്ങളും പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങളുമെല്ലാം ചേർന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും വീണ്ടും ബാക്കിയുള്ള ഭാഗം നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി ഫണ്ട് ഗവൺമെൻറ് വെച്ചു. അതിൻ്റെ ടെൻഡർ നടപടിയെല്ലാം പൂർത്തീകരിച്ച് ടെൻഡറെടുത്ത് നിർമ്മാണ വിപിൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KV രാഘവൻ, M രാഘവൻ, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാരായ AV പ്രദീപൻ, KV രതീഷ്, M സേതു, രാജൻ അത്തിക്കോത്ത്, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ജ്യോതി എന്നിവർ സംസാരിച്ചു. CPIM ബല്ല ലോക്കൽ സെക്രട്ടറി N ഗോപി സ്വാഗതം പറഞ്ഞു. ക്ലബ് പ്രവർത്തകർ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിർത്തി മേഖലയിലെ ലഹരിക്കടത്തും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനായി മഞ്ചേശ്വരത്ത് പുതിയ സർക്കിൾ ഓഫീസ് ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 41ാം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. അത് ഏറ്റവും ശക്തമായ നിലയിൽ നടത്തിക്കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വളരെ ഒരു രക്ഷിതാവെന്ന നിലയിൽ നമുക്കൊക്കെ വലിയ പേടിപ്പെടുത്തുന്ന സംഗതികളാണ് നാട്ടിൽ പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗം വരുന്നതിന് മുമ്പ് അതിന് ആവശ്യമായ പരിഹാരം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ചില ആളുകൾ അതിന് അടിമയായി പോയാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനം ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ നിങ്ങൾ ആരെയും ഒറ്റപ്പെടുത്താതെ അടിമപ്പെട്ടു പോയവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ലഹരി ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും എല്ലാം ലഹരിയിൽ നിന്ന് മാറി ജീവിതമെന്ന ലഹരിയിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരണം. P. നിഷാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി. M. അനിൽകുമാർ, P. ബൈജു, P. സുരേഷൻ, P. പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. P. വിജയൻ സ്വാഗതം പറഞ്ഞു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ഗോവിന്ദൻ നമ്പൂതിരിയെയും സെക്രട്ടറിയായി നൌഷാദിനെയും വൈസ് പ്രസിഡന്റായി ജനാർദ്ദനൻ കെയെയും ജോയിന്റ് സെക്രട്ടറിയായി മുഹമ്മദ് ഇജാസിനെയും ട്രഷററായി സജിത് TVയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 1 വർഷത്തിനകം പൂർണ്ണമായി പ്രവർത്തനം തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾക്ക് എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും അതിനാവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ജില്ലയുടെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലയിലെ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളുടെ ജില്ലാ തല ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും അനിവാര്യമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അതാത് വകുപ്പുകളുടെ പ്രത്യേകം യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതുൾപ്പെടെ ആ മേഖലയിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്. നഗരവികസനം മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിൽ വികസനം എത്താത്ത ഇടങ്ങളിലെ ഏറ്റവും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പ്രധാന പരിഗണന നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ഉയർന്നുവന്ന വിവിധ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പുറം കാഴ്ചകൾക്ക് ഉപരിയായി ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ പലതാണ്. മറ്റ് അതിർത്തി ജില്ലകളിൽ നിന്ന് കാസർഗോഡ് വ്യത്യസ്തമാണ്. ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ എല്ലാവരും ഒറ്റക്കെട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഒരൊറ്റ കാര്യത്തിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം. നമുക്ക് ഈ ഒരു വർഷം ഇന്ന് മുതൽ തുടങ്ങിയ ഒരു വർഷം കൊണ്ട് മെഡിക്കൽ കോളേജ് അവിടെ സ്റ്റാർട്ടാവണം. ഇപ്പോൾ ഉള്ളതുപോലെ തുടങ്ങുക തന്നെ വേണം. അതിന് ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രാഥമികമായിട്ട് അതിലൊരു നിശ്ചയം ഈ യോഗത്തിന്റെ ഒരു തീരുമാനം പോലെ നമ്മൾ എടുക്കണം. ഞാൻ എന്താണോ ഇതിന് ചെയ്തു തരേണ്ടത്, അല്ലെങ്കിൽ ഒരു ചുമതലയുള്ള മന്ത്രി അല്ലെങ്കിൽ MLA മാരോടും എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളോടടക്കം ഞാൻ പറയുന്നത്, നമ്മൾ
ചെയ്യേണ്ടത്. അത് 100% അതിന്റെ പിറകെ തിരുവനന്തപുരത്ത് അതിനുവേണ്ടി നിങ്ങൾ നമുക്ക് വരേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ അറിയിച്ചാൽ അവിടുത്തെ എന്ത് തരം കാര്യങ്ങളാണ് നീക്കേണ്ടത്, ഇവിടുത്തെ വർക്കുകൾ നടത്തേണ്ടത് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട എംഎൽഎമാരെല്ലാവരും ഉണ്ട്. നമുക്കതൊരു ടാർഗറ്റ് ചെയ്തിട്ട് പ്രാഥമികമായിട്ട് തുടങ്ങുക തന്നെ വേണം. അതിന് ഒരു കോംപ്രമൈസ് ഇല്ലാതെ ആ വിഷയത്തിൽ പോകണം. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ വിഷയമുണ്ട്. പിന്നെ കാസർഗോഡ് വന്നിറങ്ങുമ്പോൾ ഞാൻ നേരത്തെ വാങ്ങിച്ച കാര്യമില്ല, ഇവിടെ വന്നിറങ്ങിയാൽ തന്നെ പിന്നെ വേറെ ഏതൊരു സിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പിന്നെ അല്ലെങ്കിൽ ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ ഒരു ഭയങ്കര നല്ല പറയുന്നത് കാണാൻ തന്നെ. അതാണ് ഇവിടെ ഒരാളെ ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പോൾ തന്നെ അയാൾ വരുമ്പോൾ തന്നെ ഡെസ്പാവുകയാണ്. വന്നിറങ്ങുമ്പോൾ ഒരു സിറ്റിയുടെ സൗന്ദര്യം, അതിന്റെ ഒരു ചുറ്റുപാട്, അതിന്റെ ഒരു പരിസരം, അതൊക്കെ നമ്മളെ പിന്നെ ഒരു ആവേശഭരിതാക്കുകയോ ഇത്തിരി സന്തോഷം ഉണ്ടാക്കുകയോ ചെയ്യാം. ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഉണക്കാണ്. ഞാൻ എത്ര കാലമായി ഇവിടെ വരുന്നത് എനിക്കറിയാലോ. നമുക്കൊന്ന് മൊത്തം ഇതിന്റെ ഒരു ചിത്രം ഒന്ന് മാറ്റിയെടുക്കാന്ന് പറഞ്ഞ സാധനം കുറെയൊക്കെ നമ്മളുടെ കാഴ്ചകളാണ് നമ്മളെ പലപ്പോഴും നമ്മളെ പോസിറ്റീവ് ആക്കുക. പിന്നെയുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയുന്നത് അതുണ്ടാക്കുക. നമുക്കത് എല്ലാവരോടും മെനക്കെട്ടുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സ്ഥലം മുതൽ തന്നെ കാസർഗോഡിനെ മനോഹരമാക്കി എടുക്കാവുന്ന ടൂറിസം ആയിരുന്നു. ഞാൻ പിന്നെ LSDക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരു അതിന്റെ മാത്രം അതിനകത്ത് സാധിക്കും. ഞാൻ നേരത്തെ പിന്നെ വാങ്ങിച്ചോട് അതിനെ കുറിച്ച് പറയുക. അതുകൊണ്ട് ഒരു പൊതുവിലൊരു മാറ്റം കാസർഗോഡില് പിന്നെ ഒരു മാറ്റം എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് അതിന്റെ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് കാര്യമായിട്ട് നമ്മൾ നടത്തേണ്ടത്. നേരത്തെ ചെയ്യുന്ന വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും ഏറ്റവും അനിവാര്യമായിട്ട് നമുക്ക് ടൂറിസം ഇതിനകത്ത് ഒരു വലിയ പ്രശ്നമാണ്. ടൂറിസ്റ്റ് മേഖലയിൽ വലിയ സാധ്യതകളുള്ള നമ്മളുടെ പിന്നെ നിരവധി മനോഹരമായ ബീച്ചുകളുള്ള നമ്മളുടെ ഒരു ഏരിയയാണ് ഇവിടെ. AKM അഷ്റഫ് MLA, കല്ലട്ര മാഹിൻ ഹാജി MLA, K നീലകണ്ഠൻ MLA, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി, ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അരുൺകുമാർ, സൂപ്രണ്ട്, ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൾ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechിനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു.
ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി, കാസർഗോഡ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഹോസ്ദുർഗ, ജനമൈത്രി പോലീസ് ഹോസ്ദുർഗ, കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് എന്നിവരുടെ സഹകരണത്തോടെ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ജൂനിയർ ഡിവിഷൻ ഹോസ്ദുർഗ് സിവിൽ ജഡ്ജ് MR ദിലീപ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി കാസർഗോഡ്, താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി ഹോസ്ദുർഗ, ജനമൈത്രി പോലീസ് ഹോസ്ദുർഗ, കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് എന്നിവരുടെ സഹകരണത്തോടെ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ജൂനിയർ ഡിവിഷൻ ഹോസ്ദുർഗ് സിവിൽ ജഡ്ജ് MR ദിലീപ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കടന്നു പോകാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളായിരിക്കും നമ്മൾ മുമ്പിൽ വരുന്നത്. അപ്പൊ നമുക്ക് അവരുമായി താതാത്മ്യം പ്രാപിക്കാൻ പറ്റിയിരിക്കും, അത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ട്. അതിനാണ് ഈ അവയർനെസ് പ്രോഗ്രാംസ്. ഇപ്പൊ ഇവിടെ സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ഒരുപാട് ആളുകൾ വന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു. ആക്ച്വലി അവയർനെസ് നിങ്ങൾക്കല്ല ആവശ്യം, അവയർനെസ് ബാക്കിയുള്ളവർക്കാണ് ആവശ്യം. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും. അത് നിയമനിർമ്മാതാക്കൾ, നിയമം നടപ്പിലാക്കുന്നവർ. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി KP സുരേഷ് ബാബു മുഖ്യാതിഥിയായി സെമിനാറിൽ പങ്കെടുത്തു. സുകേഷ് K സുകുമാരൻ മാസ്റ്റർ, MP ജാഫർ, രത്നാകരൻ പിലാത്തടം എന്നിവർ സംസാരിച്ചു. മാതൃപിതൃ വയോജന സംരക്ഷണ നിയമം 2007 നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ആശുപത്രി സൗജന്യ നേത്ര പരിശോധന നടത്തി. 200-ലധികം വയോജനങ്ങൾ പങ്കെടുത്ത സെമിനാർ കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് നടന്നു. സെമിനാറിൽ KSCF ജില്ലാ സെക്രട്ടറി M ഗംഗാധരൻ സ്വാഗതവും ജനമൈത്രി പോലീസ് പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കാഞ്ഞങ്ങാട് നഗരത്തിലെത്തുന്ന സാധാരണക്കാരായ ജനങ്ങൾ നഗരത്തിലെ ഗതാഗത കുരുക്ക് മൂലം മണിക്കൂറുകളോളം ബ്ലോക്കിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നുവെന്ന ആരോപണം. BMS കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സമ്മേളനം നടന്നു. പുതിയകോട്ട മാരാർജി മന്ദിരത്തിൽ നടന്ന സമ്മേളനം മുനിസിപ്പൽ പ്രസിഡന്റ് സുധീഷ് മുത്തപ്പൻ തറയുടെ അധ്യക്ഷതയിൽ BMS ഹോസ്ദുർഗ് മേഖലാ സെക്രട്ടറി അജയൻ പുതിയകണ്ഠം ഉദ്ഘാടനം ചെയ്തു. വാദവും വിളിച്ചോതിക്കൊണ്ട് വന്ദേമാതര ഗീതം ആലപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ദേശീയത ഊട്ടിയുറപ്പിക്കാൻ ഈ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്നും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് മുഖ്യ പ്രഭാഷണത്തിലൂടെ സമാരോഹ പ്രഭാഷണത്തിലൂടെ ആശംസകളുടെയും നമ്മുടെ BMSന്റെ ആരാധകരായ നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ടാവും. ഈ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എന്റെ നന്ദി, നമസ്കാരം. BMS സംസ്ഥാന സമിതി അംഗം VV ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ കൌൺസിലർമാരായ ബൽരാജ്, രേഷ്മ ചെമ്മട്ടംവയൽ, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കോട്, മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ, അംബിക ചെമ്മട്ടംവയൽ, കുഞ്ഞികൃഷ്ണൻ പുല്ലൂർ, ബേബി അരയി, വിനു പുതിയകണ്ഠം എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് ജോയിന്റ് സെക്രട്ടറി അഭിലാഷും വരവ് ചെലവ് കണക്ക് ട്രഷറർ രാധാകൃഷ്ണനും അവതരിപ്പിച്ചു. മോട്ടോർ മേഖലയിൽ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രമേയം രാകേഷ് മുത്തപ്പൻ തറ അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹി പ്രഖ്യാപനവും സമാരോഹ പ്രഭാഷണവും BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി മിനി ശ്രീനിവാസൻ നിർവഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി സുധീഷ് മുത്തപ്പൻ തറയെയും സെക്രട്ടറിയായി അഭിലാഷ് ചെമ്മട്ടംവയലിനെയും ട്രഷററായി സുനിൽ നീരൂക്കിനെയും തെരഞ്ഞെടുത്തു. പ്രമോദ് സൌത്ത് സ്വാഗതവും ദിലീപ് അരയി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാലഗോകുലം കാഞ്ഞങ്ങാട് ഗോകുല ജില്ലാ വാർഷിക സമ്മേളനം സമാപിച്ചു. സിനിമാ താരം കലാഭവൻ നന്ദന ഉദ്ഘാടനം നിർവഹിച്ചു. ബാലഗോകുലം കാഞ്ഞങ്ങാട് ഗോകുല ജില്ലാ വാർഷിക സമ്മേളനം പൊയ്നാച്ചി ആശീർവാദ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. സിനിമാ സീരിയൽ താരം കലാഭവൻ നന്ദന കണ്ണനുമാല ചാർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷണിക്കുന്നത് സുരേഷ് മാമനാണ്. ഞാൻ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായില്ല. 3 ദിവസം മുന്നെയാണ് ഇൻഫോം ചെയ്യുന്നത്. പക്ഷെ വരാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്താ പറയുന്നത്, ബാലഗോകുലം ആത്മനിർഭരമാകണമെന്ന് മുഖ്യപ്രഭാഷകനായി പങ്കെടുത്ത ബാലഗോകുലം ഉത്തര കേരള സംസ്ഥാന അധ്യക്ഷൻ M സത്യൻ മാസ്റ്റർ പറഞ്ഞു. സ്വത്തും സംരക്ഷിച്ചുകൊണ്ട് സർവസ്വവും രാഷ്ട്രത്തിന് സമർപ്പിക്കാനുള്ള പ്രതിബദ്ധത ഓരോ കുട്ടികളിലും ഉണ്ടാകണമെന്ന് സത്യൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു.
മാതൃകാ ഗുരുവന്ദനത്തിൽ അധ്യാപിക സുജാത അയ്യങ്കാവിനെ ആദരിച്ചു. മയിൽപീലി അക്ഷരമധുരം പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം സദസ്സിൽ കുണ്ടംകുഴി രാമാനന്ദറാവു ഉദ്ഘാടനം ചെയ്തു. ഗോകുലങ്ങൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസികയിൽ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ മടിയൻ മാധവം ബാലഗോകുലത്തിന്റെ ദിശ എന്ന കയ്യെഴുത്ത് മാസികയ്ക്കുള്ള സമ്മാനം ഗോകുലത്തിലെ മീര ഏറ്റുവാങ്ങി. ബാലഗോകുലം റവന്യൂ ജില്ലാ ഖജാൻജി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദേവിക മുരളി ഗോകുല പ്രാർത്ഥനയും ആർഷ PS ആവണി അയ്യങ്കാവ് എന്നിവർ വ്യക്തിഗീതങ്ങളും ആലപിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘം വിഭാഗ് സേവാ പ്രമുഖ് കെ പ്രമോദ് സമാരോപ സന്ദേശം നൽകി. ബാലഗോകുലം റവന്യൂ ജില്ലാ കാര്യദർശി NT വിദ്യാധരൻ, സഹകാര്യദർശി M ജയരാമൻ, ഗോകുല ജില്ലാ സഹകാര്യദർശി സത്യൻ MS, ഭഗിനി പ്രമുഖ അനിത M, സഹഭഗിനി പ്രമുഖ പ്രാർത്ഥന N, വൃന്ദാവി, ഉദുമ താലൂക്ക് കാര്യദർശി P രാമചന്ദ്രൻ, PB കിരൺ, പനത്തടി താലൂക്ക് കാര്യദർശി വിജേഷ് കൊട്ടോടി, അധ്യക്ഷൻ T തമ്പാൻ, ഹോസ്ദുർഗ് താലൂക്ക് കാര്യദർശി മുരളി കൃഷ്ണൻ രാമനഗരം തുടങ്ങിയവർ സംസാരിച്ചു. ബാലഗോകുലം ഗോകുല ജില്ലാ കാര്യദർശി സുരേഷ് P സ്വാഗതവും വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. വിഷ്ണുമായ കൊട്ടോടി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. 2026-27 വർഷത്തെ ഭാരവാഹികളെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരിപ്പൂടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവം 2027 ജനുവരി 22 മുതൽ 27 വരെ നടക്കും. കരിപ്പൂടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കണിയാമ്പാടി പ്രാദേശിക സമിതിയുടെയും ഉദുമ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കണിയാമ്പാടി വയലിൽ ഇറക്കുന്ന നെൽകൃഷി വിത്തിടൽ ചടങ്ങ് നടന്നു. കരിപ്പൂടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കണിയാമ്പാടി പ്രാദേശിക സമിതിയുടെയും ഉദുമ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കണിയാമ്പാടി വയലിൽ ക്ഷേത്ര ആചാരസ്ഥാനികർ അരവിന്ദൻ കോമരം, മുരളി കോമരം, ഗോപാലൻ കോമരം, കരുണൻ കോമരം, കരുണാകരൻ കോമരം, മോഹനൻ കോമരം എന്നിവർ ചേർന്ന നെൽകൃഷി വിത്തിടൽ കർമ്മം നിർവഹിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ആരാധ്യരായ കരിപ്പൂടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ക്ഷേത്രസ്ഥാനികർ, അതുപോലെ തന്നെ ഇന്നത്തെ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ ഇന്നത്തെ ഈ വിത്തിടൽ ചടങ്ങിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ തുടക്കം ജില്ലാ പഞ്ചായത്ത് മെമ്പർ TV രാധിക, പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ നാലാം വാതുക്കൽ, ഉദുമ കൃഷി ഓഫീസർ PV വിനീത്, ക്ഷേത്ര കൊയ്മ മുങ്ങത്ത് കുമാരൻ നായർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കൃഷ്ണൻ മാസ്റ്റർ, കരുണൻ കണിയാമ്പാടി, TV ശശീന്ദ്രൻ, ജഗൻ വെടിത്തറക്കാൽ, രാമകൃഷ്ണൻ കണിയാമ്പാടി, ശാന്ത സുകുമാരൻ, പുഷ്പ ജയൻ, ജഗദീശൻ ആറാട്ടുകടവ്, പ്രമോദ് കണിയാമ്പാടി, സുധീഷ് കൃഷ്ണൻ, രാജൻ പൂച്ചക്കാട്, ജിതിൻ, ചന്ദ്രൻ വെളുത്തോളി എന്നിവർ സംസാരിച്ചു. യുടെ തുടക്കം മാത്രമല്ല, അത് നമ്മുടെ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും നന്മയുടെയും ഒരു സന്ദേശം കൂടിയാണ്. ഈ വരുന്ന കളിയാട്ട മഹോത്സവത്തിന് ഏറ്റവും മാതൃകാപരമായും നമ്മുടെ നാട്ടുകാരും ഐശ്വര്യത്തിനും അതേപോലെ സമൃദ്ധിയും ഒക്കെ. പെരുങ്കളിയാട്ടത്തിന്റെ അന്നദാനത്തിന് ആവശ്യമായ അരി ജൈവ കൃഷിയിലൂടെ ശേഖരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കമ്മിറ്റി കൃഷി ഇറക്കുന്നത്. KTK അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, യുവ കൂട്ടായ്മ അംഗങ്ങൾ, വിവിധ ക്ലബ് പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ സംബന്ധിച്ചു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വനിതകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കിയ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ വിജയത്തിൽ വനിതാ ലീഗ് പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. KSRTC ബസ്സുകളിലെ യാത്രക്കാർക്കും ജീവനക്കാർക്കും മധുര പലഹാര വിതരണവും നടത്തി. വനിതകൾക്കായി UDF സർക്കാർ അനുവദിച്ച പദ്ധതിക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ KSRTC ബസ്സിന് സ്വീകരണം നൽകിയത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിക്ക് പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് സുഹറ വെള്ളാപ്പ്, വൈസ് പ്രസിഡന്റുമാരായ MK സക്കീന, VP സുനീറ, സെക്രട്ടറി KN ഫാത്തിമ, ട്രഷറർ M ഷെർബാൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ സമ്പൂർണ്ണ പോഷകാഹാര പദ്ധതി 3ാം വർഷത്തിലേക്ക്. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പാലായി കുഞ്ഞബ്ദുള്ള ഹാജി സ്പോൺസർ ചെയ്ത പ്രഭാത ഭക്ഷണ പദ്ധതിയും KS സുരേന്ദ്രൻ അബുദാബി സ്പോൺസർ ചെയ്ത പാലിനൊപ്പം ഹോർലിക്സ് ബൂസ്റ്റ് പദ്ധതിയും അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു.
അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ സമ്പൂർണ്ണ പോഷകാഹാര പദ്ധതി 3ാം വർഷത്തിലേക്ക്. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പാലായി കുഞ്ഞബ്ദുള്ള ഹാജി സ്പോൺസർ ചെയ്യുന്ന പ്രഭാത ഭക്ഷണ പദ്ധതിയും KS സുരേന്ദ്രൻ അബുദാബി സ്പോൺസർ ചെയ്യുന്ന പാലിനൊപ്പം ഹോർലിക്സ് ബൂസ്റ്റ് പദ്ധതിയും അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ എല്ലാ ആളുകളും, ആ സ്കൂളിലെ മാഷായാലും സ്കൂളിലെ PTA പ്രവർത്തകരായാലും ആ നാട് തന്നെ ഏറ്റെടുക്കുകയും സ്കൂളിലേക്ക് വരുന്ന ഓരോ കുട്ടിയും നമ്മുടെ സ്വന്തം മക്കളാണ് എന്നുള്ള ധാരണയോടുകൂടി അവരുടെ ആരോഗ്യ പരിപാലനത്തിൽ ഇത്രയേറെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇതുപോലെ ഒരു പ്രഭാത ഭക്ഷണം തയ്യാറാക്കി നൽകാൻ കാണിച്ച സുമനസ്സുകൾക്ക് ഏറെ അഭിനന്ദനം നൽകുകയാണ്. അതോടൊപ്പം ഇപ്പോൾ നേരത്തെ സ്വാഗതം പറഞ്ഞ ടീച്ചറും അതുപോലെ അധ്യക്ഷം വഹിച്ച വാർഡ് മെമ്പറും പറഞ്ഞു, നമ്മുടെ പല കുട്ടികളും ഇന്ന് രാവിലെ മിസ് ചെയ്യുന്നത് പ്രഭാത ഭക്ഷണമാണ്. ചിലപ്പോൾ വീട്ടിൽ അമ്മയോ അച്ഛനോ വഴക്ക് പറയുമ്പോൾ അവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ച് കാണിച്ച് സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളാണ്. രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ബുദ്ധിശക്തിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം. 120 കുട്ടികൾ പഠിക്കുന്ന അജാനൂർ തീരദേശ ഗ്രാമത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെയും കൂലിത്തൊഴിലാളികളുടെയും മക്കൾക്കും വലിയ ആശ്വാസമാണ് 2 പദ്ധതികളും. പ്രഭാത ഭക്ഷണമായി മുളപ്പിച്ച പയർ, കടല, ഉപ്പുമാവ്, നാടൻ അവിൽ എന്നിവയാണ് മാറി മാറി നിൽക്കുന്നത്. ചൊവ്വാഴ്ചകളിൽ പാലിനൊപ്പം ബൂസ്റ്റും വ്യാഴാഴ്ചകളിൽ ഹോർലിക്സും നൽകി വരുന്നു. വരും വർഷങ്ങളിലും ഈ പദ്ധതികൾക്ക് ആവശ്യമായ ധനസഹായം ഞങ്ങൾ തന്നെ നൽകുമെന്ന് പൂർവ്വ വിദ്യാർത്ഥികളായ പാലായി കുഞ്ഞബ്ദുള്ള ഹാജിയും KS സുരേന്ദ്രനും പറഞ്ഞു. ചടങ്ങിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡ് മെമ്പർ C സുമിത അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ K അപർണ, മുൻ ഹെഡ് മാസ്റ്റർ V മോഹനൻ, PTA പ്രസിഡന്റ് ജാഫർ പാലായി, വികസന സമിതി ചെയർമാൻ K രാജൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൌഷാദ് കൊത്തിക്കാൽ, ട്രഷറർ A ഹമീദ് ഹാജി, A അബ്ദുള്ള, അഹമ്മദ് കിർമാണി, KS പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. K സജിത സ്വാഗതവും M സൗമ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് ഹോം കെയർ സേവനങ്ങൾ ആരംഭിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് ഹോം കെയർ സേവനങ്ങൾ ആരംഭിച്ചു. നഴ്സിംഗ് പരിചരണം, പാലിയേറ്റീവ് കെയർ, ഹോം സാമ്പിൾ കളക്ഷൻ, വൂണ്ട് കെയർ ആൻഡ് ഡ്രസ്സിംഗ് സേവനങ്ങൾ, ഇഞ്ചക്ഷൻ ആൻഡ് IV തെറാപ്പി, ശ്വാസകോശ സംബന്ധമായ പരിചരണങ്ങൾ, യൂറിൻ ബാഗ്, ട്യൂബ് മാറ്റൽ സേവനങ്ങൾ, ഫാർമസി സേവനങ്ങൾ, ഡോക്ടർ കൺസൾട്ടേഷൻ എന്നിവ ഹോം കെയർ സേവനങ്ങളിൽ പെടുന്നു. കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങ് അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. ഇതുപോലൊരു ഹോം കെയർ സേവനം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് ആശുപത്രികളിൽ എത്തി സേവനം അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോഴും വീടുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുട്ടികളൊക്കെയും പുറത്തു നിൽക്കുകയും മാതാപിതാക്കൾ മാത്രം വീടുകളിൽ തനിച്ചായി പോകുന്ന ഒരു സ്ഥിതി പൊതുവേ നമ്മുടെ നാട്ടിൽ കാണാവുന്നതാണ്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ ആരോഗ്യരംഗം സംരക്ഷിക്കേണ്ട ഒരു ജനതയ്ക്ക് മുമ്പിലാണ് നിങ്ങൾ ഇതുപോലെ ഒരു ഹോം കെയർ സേവനം. വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ CEO KS ദിലീപ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MV രാഘവൻ, റോട്ടറി ക്ലബ് പ്രതിനിധികളായ K വിനോദ്, M മനോജ് എന്നിവർ സംസാരിച്ചു. ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് ഷിൻഡു ജോൺ സ്വാഗതവും മാനേജർ സതീഷ് K നമ്പ്യാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity.
ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം, ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടർന്നു. ദേശമംഗല ശ്രീ ശങ്കരനാരായണ കുട്ടിച്ചാത്ത ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി വിജ്ഞാപനം പത്രത്തിന്റെ പ്രകാശനം നടന്നു. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമി പത്രം പ്രകാശനം ചെയ്തു. ദേശമംഗലം ശ്രീ ശങ്കരനാരായണ കുട്ടിച്ചാത്ത ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായാണ് പത്രപ്രകാശന ചടങ്ങ് നടന്നത്. ಹಿಂದೂ ಸಮಾಜದಲ್ಲಿರುವಂಥದ್ದು ಒಂದು ಬದ್ಧತೆ. ನಾವು ನಮ್ಮ ಮನೆಯಲ್ಲಿ ಎಷ್ಟೇ ಕಷ್ಟದಲ್ಲಿರಲಿ, ಯಾವುದೇ ರೀತಿಯ ತೊಂದರೆಯಲ್ಲಿರಲಿ, ನಮ್ಮ ಊರಿನ ದೇವಸ್ಥಾನಗಳು, ನಮ್ಮ ಊರಿನ ಧಾರ್ಮಿಕ ಕೇಂದ್ರಗಳು ಅದು ಸುಸ್ಥಿತಿಯಲ್ಲಿಲ್ಲದಾಗ ಜೀರ್ಣೋದ್ಧಾರಗೊಳ್ಳುತ್ತದೆ ಅನ್ನುವಾಗ ನಾವೆಲ್ಲ ಬಹುಶಃ ಒಂದು ಹೊತ್ತಿನ ಊಟವನ್ನಾದರೂ ನಾವು ಬದಿಗಿಟ್ಟು ನಾವು ಆ ಮೊತ್ತವನ್ನು ನಾವು ಆ ದೇವಸ್ಥಾನದ ಅಭಿವೃದ್ಧಿಗೆ ನಾವು ನೀಡ್ತೇವೆ. ಆ ಕಾರಣದಿಂದ ಇವತ್ತು ಎಲ್ಲ ನಮ್ಮ ಧಾರ್ಮಿಕ ಕೇಂದ್ರಗಳು ಕೂಡ ನಮ್ಮ ಹಿಂದೂ ಸಮಾಜದಲ್ಲಿ ಇಷ್ಟು ಉನ್ನತಿಯ ಒಂದು ನೆಲೆಯಲ್ಲಿರಲಿಕ್ಕೆ ಅದು ಕಾರಣ. ಆದ ಕಾರಣ ಖಂಡಿತ ಅದರಲ್ಲಿ ಯಾವುದೇ ಸಂದೇಹ ಇಲ್ಲ. 2 ವರ್ಷದ ಅವಧಿ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಬಹುಶಃ 2 ವರ್ಷದ ಅವಧಿ ಬೇಕಾಗಲಿಕ್ಕಿಲ್ಲ. ಅದರ ಮೊದಲೇ ಎಲ್ಲ ಕಾರ್ಯಗಳು ಕೂಡ ಪೂರ್ಣಗೊಂಡು ಇಲ್ಲಿ ಬ್ರಹ್ಮಕಲಶಾದಿ ಕಾರ್ಯಕ್ರಮಗಳು ನೆರವೇರುತ್ತದೆ ಅನ್ನೋದು ಇವತ್ತಿನ ಈ ಮುಹೂರ್ತದಲ್ಲಿ ನಮಗೆ ಅದು ನೋಡುವಾಗ ನಮಗೆ ಮನಸ್ಸಿಗೆ ಅದು ಬರುತ್ತದೆ. പുനരുദ്ധാരണ സമിതി ചെയർമാൻ കോട്ടക്കുഞ്ച രവീന്ദ്ര ആൽവ കമ്പാരു അധ്യക്ഷത വഹിച്ചു. പുനരധിവാസ സമിതി ഓണററി ചെയർമാൻ ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്ര, മുൻ ട്രഷറർ എല്ലങ്കള വാസുദേവ ഹൊള്ള, പുനരുദ്ധാരണ സമിതി വൈസ് പ്രസിഡന്റ് ജയരാമ റായ്, ഗണേഷ് ഭണ്ഡാരി മായിപ്പാടി, ബദ്രടുക്ക ക്ഷേത്ര പ്രതിനിധി ലക്ഷ്മണ നോണ്ട കോട്ടക്കുഞ്ച, നാരായണ പൂജാരി പുത്തൂർ കൊട്ടിയ, ഷീന ഷെട്ടി പുൽക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുനഃസ്ഥാപന കമ്മിറ്റി ട്രഷറർ സുബ്രഹ്മണ്യ കാരന്ത, അക്കൗണ്ടന്റ് വാസുദേവ കാരന്ത, സൂര്യനാരായണ കാരന്ത, പ്രഭാകര കാരന്ത, ഹരീഷ് ദേശമംഗലം, രാജേഷ് ഷെട്ടി ബള്ളൂർ, സതീഷ് കാരന്ത, അരുണേഷ് കാരന്ത, അഖിലേഷ് കാരന്ത, രവി ബദ്രടുക്ക, ഉമേഷ് പൂജാരി, രാധാകൃഷ്ണ ബദ്രടുക്ക, ദേവദാസ ആചാര്യ ദേശമംഗല തുടങ്ങിയവർ പങ്കെടുത്തു. പുനരുദ്ധാരണ സമിതി ജനറൽ സെക്രട്ടറി ലോകേഷ് MP അച്ചാർ കമ്പാര് സ്വാഗതവും സെക്രട്ടറി പ്രസന്ന കാരന്ത നന്ദിയും പറഞ്ഞു. സെക്രട്ടറി മോഹൻകുമാർ ഷെട്ടി അടുക്ക, വൈസ് പ്രസിഡന്റ് ജഗദീഷ് ആചാര്യ കമ്പാരു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. PF പെൻഷനേഴ്സ് വാർഷിക സമ്മേളനം മേലാങ്കോട്ട് നടന്നു. M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. PF പെൻഷനേഴ്സ് വാർഷിക സമ്മേളനം മേലാങ്കോട്ട് വെച്ചാണ് നടന്നത്. M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ
പുനഃസംഘടിച്ചേക്കേണ്ടതായി ആ നയത്തെ മോഡി പൂർണ്ണമായി നടത്തുന്നത് നരേന്ദ്രമോദി ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ സറണ്ടർ ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉപദേശം കേട്ട് രാജ്യം ഭരിക്കാൻ പോയ മോഡി ട്രംപിന് മുന്നിൽ സറണ്ടർ ചെയ്തപ്പോൾ ഈ രാജ്യത്തെ പാവപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങളുടെ അടുക്കളകളിൽ സിലിണ്ടർ കിട്ടാതായി. ട്രംപിന് മുന്നിൽ സറണ്ടർ ചെയ്തപ്പോൾ രാജ്യത്തിന്റെ അടുക്കളകളിൽ സിലിണ്ടറുകളില്ലാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാനുമായി യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കയുടെ സഖ്യകക്ഷി ഇപ്പോൾ ഇന്ത്യയിലുമാണ്. കെ രമണി അധ്യക്ഷത വഹിച്ചു. പി കാര്യമ്പു, എം രാമൻ, പി കെ കണ്ണൻ, സി ബാലകൃഷ്ണൻ, പി നാരായണൻ എന്നിവർ സംസാരിച്ചു. ടി ആർ രാജീവൻ സ്വാഗതം പറഞ്ഞു. റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്നും മിനിമം പെൻഷൻ 9,000 രൂപയാക്കി ഉയർത്തണമെന്നും കേന്ദ്ര സർക്കാരിനോട് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യമുന്നയിച്ചു. ചടങ്ങിൽ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി ടി ആർ രാജീവനെയും പ്രസിഡന്റായി കെ രമണിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലയൺസ് ക്ലബ് കോളിച്ചാൽ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. ലയൺസ് ക്ലബ് കോളിച്ചാലിന്റെ 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. പ്രസിഡന്റായി എം കുഞ്ഞികൃഷ്ണനും സെക്രട്ടറിയായി ഷാജു PS-ഉം ട്രഷററായി സോജോ തോമസും സ്ഥാനമേറ്റു. ഇൻസ്റ്റലിംഗ് ഓഫീസറായി ടൈറ്റസ് തോമസിനെയും തെരഞ്ഞെടുത്തു. മുഴുവനായിട്ടുള്ള പിന്തുണ, അതോടൊപ്പം തന്നെ സേവന പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ള സന്തോഷം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു ഫെയർവെൽ അഡ്രസ്സിൽ അദ്ദേഹത്തിനോട് നിൽക്കുമ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ജോസഫിന് ഇത്രയും ഭംഗിയായിട്ട് പ്രസംഗിക്കാൻ പറ്റുമല്ലോ എന്ന് കഴിഞ്ഞല്ലോ എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഈ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഇത്രയേറെ പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? അങ്ങനെയല്ലേ? ഇതിനു മുമ്പ് അല്ലേ പ്രസിഡന്റ്? സത്യത്തിന് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ഷാജി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. നിയുക്ത പ്രസിഡന്റ് കുഞ്ഞികൃഷ്ണൻ, ജോസ് കളത്തിപ്പറമ്പിൽ, കെ ഗോപി, അനിൽകുമാർ, മധുസൂദനൻ, രാജീവ് MN തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോളിച്ചാൽ. രമണീശ്വരം GUP സ്കൂളിലെ 1977-78 ബാച്ച് സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രാമണേശ്വരം GUP സ്കൂളിലെ 1977-78 ബാച്ച് സൗഹൃദ കൂട്ടായ്മ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സഹപാഠിയും കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം MLA-യുമായ ഗോവിന്ദൻ പള്ളിക്കാപ്പിലിന് സ്വീകരണം നൽകി. യോഗത്തിൽ കൺവീനർ ബാബു V സ്വാഗതം പറഞ്ഞു. രാമചന്ദ്രൻ V അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, രവീന്ദ്രൻ V കീറ്റുവളപ്പിൽ, ചാത്തുക്കുട്ടി, T രാഘവൻ കൊട്ടോടി, കരുണാകരൻ M, രോഹിണി പൊള്ളക്കട എന്നിവർ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ സാധാരണ കൃത്യമായി പറയാം, ഈ ഇതുപോലുള്ള ഒരു പദവിയും ഇതൊക്കെ കുറച്ച് വലിയ പദവിയാണ്. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഞാൻ അറിയാതെ തന്നെ ചിലപ്പോൾ ഞാൻ മാറിപ്പോകും. ഞാൻ ഇതായി പറയുന്നില്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ നിന്ന് എനിക്കൊരു മാറ്റം ഉണ്ടെങ്കിൽ ശരിയല്ലാത്ത മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പലപ്പോഴും അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ പദവിയും ഇതൊക്കെ ആളുകളെ ഇതാക്കുമല്ലോ, ആ നിലയിലുള്ള ഒരു ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ സംഭവിക്കും. അപ്പോൾ അത് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് എന്നോട് ഇപ്പോൾ ഇല്ലതുപോലെ തന്നെ പറയാം. ഇങ്ങനെ ആളുകൾ പിന്നെ എന്തെങ്കിലും എന്നുള്ള നിലയിൽ അങ്ങനെ എന്ത് ഇതുണ്ട്. ഇപ്പോൾ ആരും ഞാൻ പറഞ്ഞില്ലേ, ഈ സോഷ്യൽ മീഡിയയിൽ. രാജേന്ദ്രൻ എക്കാൽ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മിഥുനമാസ സംക്രമ പൂജയിൽ പങ്കാളികളാവാൻ അടിയാർകാവിൽ ആയിരങ്ങളെത്തി. പുതിയകണ്ടം അടിയാർകാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തിൽ മിഥുനമാസ സംക്രമ പൂജയ്ക്ക് ഭക്തജന പ്രവാഹം. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദേവിക്ക് പ്രധാന വഴിപാടുകളായ കരിങ്കലശവും കലശവും മൊഴി കേൾപ്പിക്കാനും എത്തിയത്. തറവാട്ടുകാരനവർ ചന്ദ്രബാബു മേലടക്കം പൂജയ്ക്ക് നേതൃത്വം വഹിച്ചു. കർമ്മികളായ രാജു പാണത്തൂർ, അനിൽകുമാർ കല്യാൺ റോഡ്, ഭാസ്കരൻ കല്യാൺ റോഡ്, സുനിൽകുമാർ കല്യാൺ റോഡ്, മുരളി കല്യാൺ റോഡ്, സുരേഷ് കാസർഗോഡ്, ഹരീഷ് മേലടക്കം, ഉമ ഏരിയാൽ, ജയന്തി മേലടക്കം, ഭവാനി കാരക്കുഴി, രാഹുൽ കല്യാൺ റോഡ്, ജിഷ്ണു മേലടക്കം, വിവേക് മേലടക്കം തുടങ്ങിയവർ കർമ്മികളായി.
മാതൃസമിതി അംഗങ്ങളും സംക്രമ സമിതി പ്രവർത്തകരും അന്നപ്രസാദ വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലയാള മനോരമ നിക്ഷാൻ ഗോൾ മഴ പരിപാടിക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. മലയാള മനോരമ നിക്ഷാൻ ഗോൾ മഴ സ്വീകരണ ചടങ്ങ് കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷൻ വി രമേശൻ ഗോളടിച്ച് ഉദ്ഘാടനം ചെയ്തു. എന്തിനാലും കളി കാണും എന്നതിലാണ് മലയാളികളാകെ നിറഞ്ഞു നിൽക്കുകയാണ്. പല ഇവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ കളിയുടെ ബാനറുകളും കട്ടൗട്ടുകളും അതുപോലെ തന്നെ കേരളത്തിലാണോ കളി നടക്കുന്നത് പോയിപ്പോവാണ്. കേരളത്തിൽ മൊത്തം സഞ്ചരിക്കുമ്പോൾ അത് ട്രെയിനിലായാലും ബസ്സിലായാലും കാറിലൊക്കെ സഞ്ചരിക്കുമ്പോൾ എല്ലാ ഭാഗത്തും കളർഫുള്ളാണ്. അപ്പോൾ കളിയെ ഇത്രമാത്രം സ്നേഹിക്കുകയാണ് കേരളം. അപ്പോൾ ഈ ഫുട്ബോൾ മാമാങ്കം വളരെ സന്തോഷകരമായ ലഹരി മറ്റ് ലഹരികളെല്ലാം വിട്ട് നമ്മൾ കളിയുടെ ലഹരിയിലേക്ക് മാറാൻ ഉള്ള ഒരു സാഹചര്യമാണ്. അത് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ മനോരമ വളരെ മാതൃകാപരമായ ഒരു ക്യാമ്പയിനാണ് ഗോൾ മഴയിലൂടെ കാണിച്ചിരുന്നത്. എല്ലാ ആശംസകൾ നേരുന്നു, അഭിവാദ്യങ്ങൾ നേരുന്നു. ഔപചാരികമായി കാഞ്ഞങ്ങാട്ടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് സമ്മാനദാനം നിർവഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, സലാം കേരള, ഫസൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നന്മമരം കൂട്ടായ്മ, പാർക്കോ ക്ലബ്, ഹോസ്ദുർഗ് സമത ക്ലബ് പ്രവർത്തകർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് 19-കാരിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശി വിഷ്ണു പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ തോറ്റുപോയവരെ കൂടി ചേർത്തുപിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച മികവ് 2026 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെമ്മട്ടംവയൽ കാലിച്ചാനടുക്കം മെക്കാടം റോഡിൽ കുറ്റിക്കാൽ പാലത്തിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരന്റെ അനാസ്ഥ എന്നാരോപണം. കാഞ്ഞങ്ങാട് PWD ഓഫീസിലേക്ക് പ്രതിഷേധ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. അതിർത്തി മേഖലയിലെ ലഹരിക്കടത്തും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനായി മഞ്ചേശ്വരത്ത് പുതിയ സർക്കിൾ ഓഫീസ് ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 41ാം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 1 വർഷത്തിനകം പൂർണ്ണമായി പ്രവർത്തനം തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾക്ക് എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും അതിനാവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ജില്ലയുടെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലയിലെ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി കാസർഗോഡ്, താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി ഹോസ്ദുർഗ്, ജനമൈത്രി പോലീസ് ഹോസ്ദുർഗ്, കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് എന്നിവരുടെ സഹകരണത്തോടെ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.